ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ വന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്ന അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയത്. ഇപ്പൊ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിൽ തരുന്നതാണ് ഇങ്ങനെ ആൾക്കാർ വരുന്നത്. പിതാവ് കൊണ്ടുവന്ന പല പദ്ധതികളും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ ഫ്രീസറിൽ വെച്ചു എന്നതായത്. ഞങ്ങളുടെ അവിടെ തന്നെ തലപ്പാടിയിലെ ടെസ്റ്റ് സെന്റർ ഉണ്ട്. ടെസ്റ്റ് സെന്ററിലാണ് 4 ലക്ഷം കോടിയുടെ ടെസ്റ്റ് നടത്തിയത്. കേരളത്തിൽ അവിടെയാണ് നടത്തിയത്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 10 വർഷമായിട്ട് എവിടെയാണോ അവിടെ നിൽക്കുക. ഞങ്ങൾക്കൊരു പാലം പില്ലർ ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കി. ഇപ്പോഴും ആ പില്ലറിന്റെ പുറത്തൊരു കല്ല് പോലും ഈ സർക്കാർ ചോദിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സാറാണ് ഒരു MLA എങ്ങനെ ജനകീയനാവാം എന്നതിനെ കുറിച്ച് കേരളത്തിന് ആദ്യമായി കാണിച്ചു തരുന്നത് 1970-കളിൽ. അന്ന് അതുവരെയുള്ള MLA-മാരൊന്നും ഇങ്ങനെ മരിച്ചെടുത്തും കല്യാണത്തിനും സുഖമില്ലാത്തവരെ അന്വേഷിക്കാനോ വീടുകളിൽ പോകാനോ ആളുകളെ വേണ്ടി നിരന്തരം ബന്ധപ്പെടാനോ നൂറുകണക്കിന് ആളുകളെ ഒരേ സമയം കാണാനോ ഒന്നും തയ്യാറുള്ള ആളുകളായിരുന്നില്ല. തടസ്സം നിന്നിരുന്ന കുറേ പദ്ധതികളുടെ പേപ്പറുകളൊക്കെ നീക്കി ഉത്തരവുകൾ വന്നു. ഒന്ന് ബൈപ്പാസ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾക്ക് കാശ് കിട്ടിയിട്ടില്ല. അവർ നിരവധി സമരം നടത്തി, നിരവധി വാതിലുകൾ മുട്ടി. 55 കോടി അവർക്ക് കൊടുക്കാൻ വേണ്ടി കാശ് മലപ്പുറം ട്രഷറിയിൽ എത്തിച്ചു. ഗവൺമെൻറ് കോളേജ് 2014 അനുവദിച്ചത്. അനുവദിച്ച ഗവൺമെൻറ് സ്ഥലം എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായി. 7 വർഷമായിട്ട് 3 കോടി രൂപ ചെലവഴിച്ച് പെൺകുട്ടികൾക്ക് ഒരു ഹോസ്റ്റൽ വേറെ, ആൺകുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ഹോസ്റ്റൽ വേറെ ഉണ്ടാക്കിയിട്ട് വാർഡനെ നിയമിക്കാത്തതിൻ്റെ പേരിൽ 7 വർഷമായ ഹോസ്റ്റൽ തുറക്കാതെ അതും 80% SC റിസർവേഷനിലെ കോളേജ്. ഈ കുട്ടികൾ മുഴുവൻ പുറത്ത് വാടകയ്ക്ക് താമസിക്കും. 2 വാർഡനെയും 2 വാച്ചറേയും 2 പാർട്ട് ടൈം സ്വീപ്പർമാരെയും 7 വർഷമായിട്ട് നടക്കാതെ. അതെ അതെ. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ. രാജീവ് ഗാന്ധിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്മാരകം നിർമ്മിച്ചത് പുതുപ്പള്ളിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം തന്നെ കിടപിടിക്കും. ഈ സർക്കാർ പക്ഷേ 9 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. ഒരു ഫിലിം ഫെസ്റ്റിവൽ പോലും നടത്താൻ ഇവരെ സംബന്ധിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരിക്കൽ JNU പോയപ്പോൾ JNUവിന്റെ അടുത്ത് ഒരു സ്ഥാപനം കണ്ടു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതേ സ്ഥാപനം കേരളത്തിൽ പുതുപ്പള്ളിയിലുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ഘാടനം സർക്കാർ സമ്മതിച്ചിട്ടില്ല. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, 110 സ്കൂളുകളുണ്ട്. ഇപ്പോൾ M.Tech വരെ, UKG തൊട്ട് M.Tech വരെ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ പഞ്ചായത്തിനും ആയുഷിൻ്റെ ഡിസ്പെൻസറി ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. CHC അല്ലെ PHC എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. 45 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും SSLC പാസ്സായ മുനിസിപ്പാലിറ്റി നിലമ്പൂർ. ഇപ്പം ലൈഫ് പദ്ധതിയാണല്ലോ പറയുന്നത്. ഞാൻ 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ 1036 വീട് കൊടുത്തിട്ടുണ്ട് 5 വർഷം കൊണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞത് ഓൺലി ബിക്കോസ് ഓഫ് ഉമ്മൻചാണ്ടി സാർ. നമ്മുടെ 2 പേരുടെ പേരൻസ് ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഒരുമിച്ചായിരുന്നു. അതിൽ അന്യങ്ങളും അപ്പയും ആര്യാടൻ മുഹമ്മദും. അത് സത്യം പറഞ്ഞൊരു ഭാഗ്യം. ഇന്ന് കാണാത്തൊരു ഐക്യം. എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും അവസാനം ഇവര് അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ ഇവര് ആ ഒരു ബോണ്ടിങ് ഇന്ന് ഇല്ലാത്തതിന്റെ കാരണം ആ ഒരു ബോണ്ടിങ് നമ്മളിന്ന് കാണുന്നില്ല. അത് ബോണ്ടിങ് കാണുന്നില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പിന്നെ ഉമ്മൻചാണ്ടി സാറിന് വേറെ പ്രത്യേകത ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടി സാർ എങ്ങനെ ആരും അങ്ങോട്ട് വരാൻ കാത്തിരിക്കില്ലല്ലോ. ഉമ്മൻചാണ്ടി സാർ ഓടിക്ക് വരുന്ന ഫാദറിൻ്റെ മുറിയിലേക്ക്. അവിടെ ഇരുന്ന് അവരൊന്നിങ്ങനെ ചർച്ച ചെയ്ത് ഫാദർ 2 സിഗരറ്റ് ഒന്ന് പുകയാന്ന്. സിഗരറ്റ് വലിയ വീക്ക്നെസ് ആയിരുന്നു, ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. 2 സിഗരറ്റൊക്കെ വലിച്ച് ഊതി അപ്പോഴേക്ക് ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും 2 പേരും പോകുന്നത്. ഈ സിഗരറ്റ് വലിക്കാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പുള്ളി ഈ തൊഴിലാളികളുടെ കൂടെ നിന്ന് വലിച്ചു പിടിച്ച. കാരണം ഈ INDC ഉണ്ടാക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ നടന്ന് ഒക്കെ പോയിട്ട് അവിടെ നിന്ന് അവരെ പാടിയിലൊക്കെ കിടക്കുക. അവിടെ കിടന്ന് ഈ ജനറൽ ബോഡി ഉണ്ടാകുന്ന സമയത്ത് പിന്നെ രാത്രി തിരിച്ചു വരാൻ വാഹനം അപ്പോൾ അവിടെ കിടക്കും. അപ്പം അങ്ങനെ ആണ് പുള്ളി സിഗരറ്റ് വലി ശീലമാക്കിയത്. മകൻ സിഗരറ്റ് വലിച്ച് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സിഗരറ്റിൻ്റെ ജീവിതത്തിൽ വലിച്ചിട്ടില്ല. ഞാൻ വലിച്ച സിഗരറ്റുകളുടെ എണ്ണം അറിയാവുന്ന ആളായിരിക്കും ഞാൻ. ഒന്നുമില്ല എന്നുള്ളത് അല്ല, 3, 4, 5 അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതില്ല, അത് ഫാദർ ഭയങ്കര ചെയിൻ സ്മോക്കർ ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ വലിക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. പുള്ളിക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ സിഗരറ്റ് വലി നിർത്താൻ പറഞ്ഞാൽ പുള്ളി സമ്മതിക്കില്ല. അതൊരു രക്ഷയില്ല. ഹെൽത്തിനെ ബാധിച്ചിരുന്നു. അത് ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. പക്ഷേ പുള്ളിയുടെ ഒരു ആരോഗ്യം ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് അവസ്ഥ. പിന്നെ പുള്ളി ഡിസ്കഷനാണ്. പിന്നെ പുള്ളിക്ക് എല്ലാവരും അതിലൊരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരുടെ മുന്നിലാണെങ്കിലും പുള്ളിക്ക് പതുക്കെ സിഗരറ്റ് വലിക്കാനുള്ള ഒരു പെർമിഷൻ, AK ആണെങ്കിലും ഒക്കെ
പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒരു ഫാദറും പിന്നെ ഉമ്മൻചാണ്ടി സാറും ഉള്ളൊരു ബോണ്ടിങ്, അതൊരു വല്ലാത്ത ബോണ്ടിങ് ആയിരുന്നു. അത് ശരിയാണ്. അവര് വലിയ ഒരു അടുപ്പം, വലിയൊരു സ്നേഹം. അത് മന്ത്രിസഭയാണെങ്കിലും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. അതെ. രാഷ്ട്രീയമാണെങ്കിലും ഒരിക്കലും വേർപെട്ട് ഒരു രാഷ്ട്രീയം എടുത്തതായിട്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഗൈഡ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം പറയുമോ, സംസാരിക്കുമോ? ഞങ്ങളുടെ ആൾ സംസാരിക്കത്തേ ഇല്ലായിരുന്നു. അപ്പോൾ അതേ പക്ഷേ ഇച്ചൂടെ സംസാരിക്കും, ഇച്ചൂടെ ഒരു ഒപ്പീനിയൻസ് പറയുമെന്ന് എനിക്ക് അതെ തോന്നുന്നു. അതെ പറയും. മാത്രമല്ല എൻ്റെ അടുത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ ഒരു മധ്യസ്ഥം വഹിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടാക്കരുത്, എല്ലാവരും കൂട്ടിപ്പിടിച്ച് പോയേക്കണം. നിന്നെ നീ ബാക്കി എല്ലായിടത്തും മധ്യസ്ഥ പറഞ്ഞു ഓക്കെ, ആ, ഇവിടെ ഇവിടെ എനിക്ക് മധ്യസ്ഥ പറയാൻ പറ്റില്ല, അതിനൊരവസരം നീ ഉണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ പുള്ളി വാസ്തവത്തിൽ എന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പുള്ളി സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുന്നതിന് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവസാനം പുള്ളി എന്നെ രാഷ്ട്രീയത്തിൽ സമ്മതിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി കുറേ പദ്ധതികൾ നടപ്പിലാക്കി, മോഡൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി, അതിന് കുറേ ദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചപ്പോഴാണ് വാസ്തവത്തിൽ അദ്ദേഹം എന്നെ അംഗീകരിച്ചതെന്നില്ലാണ് വാസ്തവം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി 5 വർഷം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി വന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആരാവണമെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കമൊന്നും അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. മുനിസിപ്പൽ ചെയർമാനായപ്പോഴും കുറേ കാര്യങ്ങൾ, പിന്നെ അന്ന് നമുക്ക് ഗുണം കിട്ടി, അപ്പ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി, ഫാദർ മിനിസ്റ്ററുമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി കുറേ ഈ ഉമ്മൻചാണ്ടി സാർ എപ്പോഴും എന്നോട് പറയാറുള്ളത്, ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ പോലും, എൻ്റെ മുനിസിപ്പാലിറ്റിയിലും എൻ്റെ ചുറ്റുവട്ടത്തിലെ മുനിസിപ്പാലിറ്റിയിൽ പോലും ഇത്ര അധികം പരിപാടിയിൽ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല. 6 തവണ മുഖ്യമന്ത്രിയായി നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചു. 6 തവണ. ഈ 6 തവണയും ഉമ്മൻചാണ്ടി സാറിനോട് വരാൻ എൻ്റെ പിതാവ് വിളിച്ചിട്ടില്ല. ഞാൻ നേരിട്ട് പോയപ്പോൾ എന്നോട് അപ്പം പറയും, പിന്നെ ആര്യാടെ സമ്മതിച്ചോ ചോദിക്കുമോ, ആര്യാടെ എന്ത് പറയും ചോദിക്കുമോ? അല്ല, അപ്പോൾ പുള്ളിയരുടെ തമാശ പറയും, സ്ഥലം MLA കൂടി വിളിച്ചേക്കണം കേട്ടോ എന്ന് പറയും. സ്ഥലം MLA പിതാവാണല്ലോ, സ്ഥലം MLA കൂടി വിളിച്ചേക്കണം കേട്ടോ എന്ന് പറയും എൻ്റെ അടുത്ത്, തമാശക്ക് പറയും. അപ്പോൾ എല്ലാം നേരിട്ടാണ്. ആ ഒരു ചെറിയ പുസ്തകം ഉണ്ടല്ലോ, അതിലെടുത്തിട്ട് ഇങ്ങനെ നിലമ്പൂർന്നൊരു എഴുത്തെഴുതി വെക്കും, നിലമ്പൂർന്ന് എഴുതി വെക്കും. നിലമ്പൂരിലെ സകല പരിപാടിയും പങ്കെടുത്തു. പിന്നെ എല്ലാ പരിപാടിയിലും നിലമ്പൂരിന്ന് എഴുതിയ കാര്യമായിട്ടോ. ആ കാര്യത്തിൽ ആ ഒരു ചെറിയ ഡയറി വെച്ച് അതേ മാനേജ് ചെയ്യും. എനിക്ക് ഒരിക്കലും അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അതുമാത്രമല്ല, വലിയ പരിപാടിയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുക. എവിടെയെങ്കിലും തൊട്ടപ്പുറത്ത് 2-3 മരണം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കയറിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അതൊരു വലിയ അൺമാച്ചിങ് ആയിട്ടുള്ള ഒരു രക്ഷയില്ല. മരണ വീടിന്റെ കാര്യത്തിൽ അങ്ങോട്ടും അതെ, ഫാദറും അങ്ങനെ തന്നെ. അത് അല്പം പ്രോഗ്രാം അല്പം വൈകിയാലും വേണ്ടിയില്ല, ഈ മരണ വീട്ട് കയറിയിട്ടേ വരുള്ളൂ എന്നുള്ളത് അവരൊരു എനിക്ക് ആ ഒരു യുഗത്തിൽ അങ്ങനെ ശീലിച്ചു. അവർക്ക് അവരുടെ കുടുംബത്തിൽ അംഗമായിട്ട് നമ്മളെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു അവർ സ്നേഹിച്ചത് ഇവരെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം അത് ഇവരുടെ കോമൺ ട്രേറ്റ് ആണ്, ഇവർ രണ്ടുപേരുടെ ഒരു കോമൺ ട്രേറ്റ് ആണ് കാണുന്നത്. അവിടുത്തെ നിലമ്പൂരാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും അതല്ല കേരളത്തിലെ മറ്റുള്ള ജനങ്ങളോടാണെങ്കിലും ആ ഒരു സ്നേഹം, അത് എനിക്ക് തോന്നുന്നു ഒരു കോമൺ ട്രേറ്റ് ആയിട്ട് ഞാൻ ഇവർ രണ്ടുപേരും കാണുന്നുണ്ട്. അല്ല, മാത്രമല്ല ഇപ്പം ഇവർ രണ്ടുപേരും നമ്മളുമായിട്ട് ഇടപഴകുന്നതിനേക്കാളും കൂടുതൽ ഇടപഴകിയിട്ടുണ്ടാവുക DCC പ്രസിഡൻ്റായിട്ട്, ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട്, മണ്ഡലം പ്രസിഡൻ്റായിട്ടായിരിക്കും. കാരണം പോകുമ്പോഴും കാറിൽ അവരുണ്ട്, പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴും അവരുണ്ട്, ഡിസ്കഷനിലും അവരാണ്. നമ്മളെപ്പോഴാണ് കാണുന്നത്? എപ്പോഴും ഒരു സമയം കണ്ടില്ല, ഇത്ര മാത്രം. എൻ്റെ ഇന്നും ഓർമ്മ വെച്ചാൽ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേക്കും, എന്ത് വന്നാലും 6 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റ് വന്നാൽ രാവിലെ പത്രം, മനോരമ, മാതൃഭൂമി ഉണ്ട്, എല്ലാ പത്രവും. ഈ പത്രം ചാരു കസേരയുണ്ട് എൻ്റെ വീട്ടിൻ്റെ റൂമിൻ്റെ, ഞാനും പേരൻസിനും കൊണ്ടില്ലായിരുന്നു കൊച്ചിൽ കിടന്നുകൊണ്ടിരുന്നത്. അപ്പം അത് രാവിലെ പത്രം വായിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റെയർകേസ് തൊട്ട് ലിവിങ് റൂം തൊട്ട് ഡ്രോയിങ് റൂം തൊട്ട് അടുക്കള വരെ ആളാണ്. അദ്ദേഹം മന്ത്രി ആയിരിക്കും, എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള, മുഖ്യമന്ത്രി ആയിരിക്കും സെയിം സാധനം. അത് ഒരു വ്യത്യാസമില്ല. അപ്പം നമ്മളെക്കാട്ടി കൂടുതൽ ഇൻട്രാക്ഷൻ അവരുമായിട്ട് എന്നുള്ളതാണ്. അവിടെയും അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു, അതുകൊണ്ടാണ് നിലമ്പൂരുമായിട്ടും അതേപോലെ തന്നെ നിലമ്പൂർ എൻ്റെ വീടിൻ്റെ അവസ്ഥ. നമ്മളൊക്കെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഫാദറിൻ്റെ കൂടെ വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിളിച്ചുണർത്തുന്ന ബാക്കിയുള്ളവർ വന്നിട്ടാണ്. 6:30 ആകുമ്പോഴേക്കും വീട്ടിലാളെത്തും.
ആളെത്തും. പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അവരാണ് വിളിച്ചുണർത്തുന്നത്. ബെഡ്റൂമിലാണല്ലോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൽ. ബെഡ്റൂമും ഡൈനിങ് ഹാളും കൊലായും ഒക്കെ മുഴുവൻ ആളുകളായിരിക്കും. അന്ന് അവിടെ സിംഗിൾ സ്റ്റോറിയാണോ ഡബിൾ സ്റ്റോറിയാണോ? ഈ പണ്ട് സിംഗിൾ സ്റ്റോറി ആയിരുന്നു അല്ലേ? താഴെ ആ അത് നമ്മുടെ അന്ന് ഞങ്ങളെ വിളിച്ചു ഉണർത്ത ആൾ വരാത്തതിന്റെ കാരണം ഡബിൾ സ്റ്റോറി ആയിട്ടോ മേളിലോട്ട് അതല്ല, കയറത്തില്ല. അത് സിംഗിൾ സ്റ്റോറി ആ ആയിരുന്നു. അതുകൊണ്ടാ. അതെ. പിന്നെ അവർ ബെഡ്റൂമിലേക്ക് അങ്ങ് കയറി വരികയാണല്ലോ ചെയ്യുന്നത് ആളുകൾ. അതിനൊരു സ്വാതന്ത്ര്യം. പിന്നെ എനിക്ക് നമ്മുടെ ഒന്നും ഗേറ്റ് ഇതുവരെ അടച്ചിട്ടില്ല. ഗേറ്റ് ഇപ്പോഴും നമ്മുടെ ഗേറ്റ് ഒന്നും അടയ്ക്കാൻ കഴിയില്ല. അതൊക്കെ തുറന്ന് വെച്ച് അവിടെ പിന്നെ തുരുമ്പ് പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് വാസ്തവത്തിൽ. അതൊന്നും പുള്ളി സമ്മതിക്കില്ല. ഗേറ്റൊന്നും അടക്കാനൊന്നും പുള്ളി സമ്മതിക്കില്ല. ഏത് സമയത്തും ആളുകൾക്ക് കയറി വരേണ്ടതാണ്. ഈ പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഫാദറായിട്ടുള്ള ഒരു ബന്ധം ഞാൻ വല്ലാതെ മനസ്സിലാക്കുന്നത്. പിന്നെ പക്ഷേ പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാറ് എന്നോട് കൺവേ ചെയ്യുമായിരുന്നു. പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ, എല്ലാ കാര്യമൊന്നുമല്ല, പൊളിറ്റിക്കൽ കാര്യമല്ല, എങ്കിലും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞു, നീ മുനിസിപ്പാലിറ്റി നന്നായിട്ട് നോക്കണം, നമുക്ക് പല കാര്യങ്ങളും ഉള്ളതാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ വന്നോ, നിലമ്പൂരിനെ ഒരു നല്ല മോഡലാക്കി മാറ്റാൻ നിനക്കതിന് കഴിവുണ്ട് എന്ന് എനിക്കറിയാം, നീ വന്നോ, ഞാനത് ചെയ്തു തരും. പല കാര്യങ്ങളും അദ്ദേഹം വന്ന് താങ്കളുടെ പിതാവിനുള്ള സ്നേഹമാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്നെ ഉമ്മൻചാണ്ടി സാർ എന്നെ കാണുന്നത് ചാണ്ടിയെ കാണുന്നത് പോലെ എന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എനിക്കത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ലിഫ്റ്റിൽ സെക്രട്ടേറിയറ്റ് ലിഫ്റ്റിലും കയറുക. ലിഫ്റ്റ് കയറി ഉമ്മൻചാണ്ടി സാറിനെ കൈ ഇങ്ങനെ പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറ്റി. ലിഫ്റ്റിൽ കയറി ഓഫീസ് റൂമൊക്കെ കടക്കാൻ കഴിയില്ലല്ലോ, അത്ര ജനങ്ങളാണല്ലോ. എന്നോട് പറഞ്ഞു, എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അത് വിടരുത് കിട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ഈ റൂമിലേക്ക് കൊണ്ട്. അത്ര തിരക്കാണ് അവിടെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സഹപ്രവർത്തകരോട്, മക്കളോട് ഒക്കെ നിങ്ങളോടെല്ലാം ഒരു തുല്യ സമീപനം. ഇപ്പം എന്നുള്ള സമീപനം അതേ ഞങ്ങളുടെ കംപ്ലൈൻറ്റും. അതെ, ബാക്കിയുള്ളവരെ നമ്മൾ നോക്കില്ല അല്ലേ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ വലിയ അദ്ദേഹം സംസാരിച്ച് കണ്ടിട്ടേ ഇല്ല. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ പറയാനുള്ളത് മാത്രം. അതെ അതെ അതെ. അത് പക്ഷേ ജനങ്ങളോട്, പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഫുൾ ടൈം സംസാരമായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കേ പറയല്ലേ, ഒരു എൻ്റെ പിതാവിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എനിക്ക് തന്ന ഒരാൾ കൂടിയാണ് ഉമ്മൻചാണ്ടി സാർ. എനിക്കത് എപ്പോഴും, അത് കുറേ അനുഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാനത് സമയക്കുറവുണ്ട്. ഈ നിലമ്പൂരിൽ എങ്ങനെ ഇപ്പോഴും ചോദ്യങ്ങളുണ്ടെങ്കിലും ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യം, പക്ഷെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു? ഇപ്പം എങ്ങനെയാ നിലമ്പൂരിൻ്റെ ഡെവലപ്മെന്റ് ഏത് ഘട്ടത്തിലെത്തിക്കുവാൻ സാധിക്കും? അല്ല, ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഷോർട്ട് ടൈം അതെ, ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്കതിനൊരു ഒരു പരിശീലനം വാസ്തവത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ആ ഒരു 10 വർഷം ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഒരു നല്ലൊരു പരിചയം, ഒരു എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും അനുഭവങ്ങളും എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ഈ പിന്നെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ. കാരണം പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ് തരുവാണ്, പദ്ധതി ഉണ്ടാക്കുന്നത് നമ്മൾ, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മൾ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കതിൽ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കണം. 2, ഇത് ഇംപ്ലിമെൻറ്റേഷൻ രംഗത്ത് അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇതിനു വേണ്ട റിസോഴ്സസ് നമ്മൾ കണ്ടെത്തണം, വിഭവങ്ങൾ കണ്ടെത്തണം, അതിൻ്റെ മോണിറ്ററിങ് കൃത്യമായിട്ട് നടത്തണം. ഒക്കെ നമ്മൾ ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരവസ്ഥ വിശേഷമുണ്ടല്ലോ. അത് നമുക്കൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പിതാവ് കൊണ്ടുവന്ന പല പദ്ധതികളും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ ഫ്രീസറിൽ വെച്ചു എന്നതായത് ഞങ്ങളുടെ അവിടെ തന്നെ വ്യത്യാസമില്ല. സെയിം പുതുപ്പള്ളി അങ്ങനെ തന്നെ ആണല്ലേ. അദ്ദേഹം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആഗ്രഹിച്ചിരുന്നു. അവിടെ ഒരു ടെസ്റ്റ് സെന്റർ വന്നു. തലപ്പാടിയിലെ ടെസ്റ്റ് സെന്റർ ഉണ്ട്. ടെസ്റ്റ് സെന്ററിലാണ് 4 ലക്ഷം കോടിന് ടെസ്റ്റ് നടത്തിയത്. കേരളത്തിൽ അവിടെയാണ് നടത്തിയത്. പക്ഷേ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 10 വർഷമായിട്ട് എവിടെയാണോ അവിടെ തന്നെ നിൽക്കുക. ഞങ്ങൾക്കൊരു പാലം, പാറക്കടവ് പാലം, ആ പാലം പില്ലർ ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കി. ഇപ്പോഴും ആ പില്ലറിന്റെ പുറത്തൊരു കല്ല് പോലും ഈ സർക്കാർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തുല്യ ദുഃഖിതരായി കാര്യത്തിൽ. അതെ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ പുറകെ കൂടിയിരിക്കുക. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് അന്ന് ഇതിങ്ങനെ
ഒരു ജീവിക്കുന്ന സ്മാരകങ്ങളായി നിലനിൽക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ആശുപത്രി ആവട്ടെ, KSRTC ബസ് സ്റ്റാൻഡ് ആവട്ടെ, ഗവൺമെൻറ് കോളേജ് ആവട്ടെ, ബൈപ്പാസ് ബൈപ്പാസ് നിലമ്പൂർ ബൈപ്പാസ് ആവട്ടെ. അതൊരു മേജർ ഇഷ്യൂ ആയിരുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ അത് വലിയ നമ്മ- സംസാരമായിരുന്നു. അതെ, നിലമ്പൂർ ബൈപ്പാസിന് നമ്മളവിടെ മുഴുവൻ ആ ബൈപ്പാസിന് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾക്ക് കാശ് കൊടുക്കാതെ വലിയ നരകയാതന അനുഭവിക്കുക വരും വർഷങ്ങളായിട്ട്. അവർക്ക് ആ ഭൂമി വിൽക്കാൻ പറ്റില്ല, സർക്കാർ കാശ് കൊടുക്കില്ല. ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള 55 കോടി രൂപ മലപ്പുറം ട്രഷറിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ആണല്ലേ? എന്നുള്ളത്. Very good. 55 കോടി അവർക്ക് കൊടുക്കാനുള്ള. ഈ ഫെബ്രുവരി ആദ്യവാരത്തിൽ അത് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി ആദ്യവാരത്തിലെ ബൈപ്പാസിന് വേണ്ടിയുള്ള തുക കൊടുക്കും. അപ്പം എല്ലാ ആശംസകളും. നിലമ്പൂരിൻ്റെ വികസനം, അതുപോലെ തന്നെ ആര്യാണ്ണങ്ങൾ എന്താണോ നിലമ്പൂരിനെ കുറിച്ച് സ്വപ്നം കണ്ടത്, കേരളത്തെക്കുറിച്ച് സംബോധന ചെയ്തത്, അത് കണ്ടിന്യൂ ചെയ്യാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയുക. അതുപോലെ തന്നെ എനിക്ക് ചാണ്ടിയോട് പറയാനുള്ളത് അതാണ്. പുതുപ്പള്ളി എന്ന് പറയുന്നത് എല്ലാവരും ഞങ്ങൾ ഒരു 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 പൊതുപ്രവർത്തകന് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവൻ പാഠമാക്കുന്ന ഒരു വായിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു ചരിത്രമാണ്, ജീവചരിത്രമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റേത്. ഒരു പ്രത്യേക സ്കൂളാണ് അത്. ഞാനെപ്പോഴും ഉമ്മൻചാണ്ടി സാറിനോട് പറയാറുള്ളത് പിന്നെ ഉമ്മൻചാണ്ടി സാറാണ് ഒരു MLA എങ്ങനെ ജനകീയനാവാം എന്നതിനെക്കുറിച്ച് കേരളത്തിന് ആദ്യമായി കാണിച്ചു തരുന്നത് 1970-കളിൽ. അന്ന് അതുവരെയുള്ള MLAമാരൊന്നും ഇങ്ങനെ മരിച്ചെടുത്തും കല്യാണത്തിനും അതല്ലെങ്കിൽ സുഖമില്ലാത്തവരെ അന്വേഷിക്കാനോ വീടുകളിൽ പോകാനോ ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെടാനോ നൂറുകണക്കിന് ആളുകളെ ഒരേ സമയം കാണാനോ ഒന്നും തയ്യാറുള്ള ആളുകളായിരുന്നില്ല. വളരെ വ്യത്യസ്തമായ രീതിയായിരുന്നു. അവർ പല അക്കാഡമിഷ്യൻസ് ഉണ്ട്, പിന്നെ വക്കീലന്മാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ കുറേ ആളുകളായിരുന്നു വാസ്തവത്തിൽ. എനിക്ക് പക്ഷേ ചിലപ്പം ഇപ്പോഴും അത്ഭുതം. കാരണം ആ കല്ലറയിൽ ഞാൻ കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഞാൻ പോകും. വൈകിട്ട് ഞാൻ പോയപ്പം ഒരു മുസ്ലിം ഫാമിലി മലബാറിൽ നിന്ന് വന്നിരിക്കുന്നു. എനിക്ക് പക്ഷേ അത്ഭുതം തോന്നി. അപ്പോൾ അവരെൻ്റെ അടുത്ത്, ഞാൻ 3-4 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് വരുന്ന കാണുമ്പോൾ നമുക്കൊരു എന്താ ഒരു മനസ്സിന് സമാധാനം. മാത്രമല്ല അവിടെ അന്ന് നമ്മൾ കണ്ടല്ലോ ഒരു 2 സ്ത്രീകൾ വന്നിട്ട് ഒരു ഹർജി അവിടെ വയ്ക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവ് പിന്നെ ഇത് കേൾക്കും, ഈ പ്രാർത്ഥന കേൾക്കും. ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരെയും സഹായിച്ചു. ആ. ഇപ്പോഴും അതൊരു ഇപ്പോഴും സഹായിക്കുന്നത്. വല്ലാത്തൊരു സ്നേഹമായിട്ട്. ആ, അത് ജനങ്ങളെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ ജീവനുള്ള സ്ഥലത്ത് മാത്രമേ ആൾക്കാർ വരത്തുള്ളൂ. ഒരു മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അതെ ഒരു മൂവ്മെന്റ് ഇല്ലെങ്കിൽ അതെ, ജീവിക്കുന്ന മുഖ്യമന്ത്രിയെ എല്ലാ ആളുകൾ കാണാൻ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ വന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്ന അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ നീ. നമുക്കൊരു ആശ്വാസം കേട്ടോ. അപ്പയുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിൽ തരുന്നതാ ഇങ്ങനെ തീർച്ചയായും. ആൾക്കാർ വരുന്നത്. അതൊരു തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് ആര്യാണ്ണങ്ങളും. നിലമ്പൂർ ഏത് വീട്ടിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ തീർച്ചയായും. കാര്യവും നമുക്ക് പറഞ്ഞിരിക്കും. ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നതാണല്ലോ. നമ്മളെപ്പോഴും ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും എന്നോട് പിതാവ് ചെയ്തു തന്ന കാര്യങ്ങൾ, പിതാവ് വൈദ്യുതി തന്നത്, വിളിച്ചപ്പോൾ തന്നെ നമുക്ക് കണക്ഷൻ കിട്ടിയത്, ലൈൻ വലിച്ചു തന്നത്, അല്ലെങ്കിൽ ചെന്ന് ചെയ്ത് കാര്യങ്ങൾ നല്ലത് മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് കമ്പാരിസൺ വന്നാലും പ്രശ്നമില്ല. പ്രശ്നമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അതെ അതെ ആ ജീവിക്കുന്ന രംഗമാണ് അവർ ചെയ്തു കൊടുത്ത നന്മ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന കാര്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും. കമ്പാരിസൺ വരുന്നത് നമുക്ക്, എന്നെ സംബന്ധിച്ച് അത് താങ്കളെ സംബന്ധിച്ചോ തന്നെ 100% സന്തോഷകരമായിട്ടുള്ള കാര്യം. 100%. ഏതായാലും ചാണ്ടിക്കും ഇതേപോലെ പുതുപ്പള്ളിയിൽ വലിയ ഭൂരിപക്ഷത്തിന് ഇതൊക്കെ ചെയ്ത ഉമ്മൻചാണ്ടി സാറിന് ലഭിച്ചതിനേക്കാളും ഭൂരിപക്ഷത്തിനാണ് ചാണ്ടി ജയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അത് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയതല്ല, അദ്ദേഹത്തിന് കേരളത്തിലെ അതെ, ജനം കൊടുത്തതാണ്. തീർച്ചയായും. അല്ല, പുതുപ്പള്ളിയിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ് എനിക്ക് തന്ന വിജയം. അതെ അതെ അത് അങ്ങേക്കും അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ. എൻ്റെ ഫാദറിന് അവസാനം കിട്ടിയത് 5000 ചില്ലാനും വോട്ടാണ്. എന്നെ ജയിപ്പിച്ചത് 11,000 ചില്ലാനും വോട്ട്. ഇരട്ടിയാവുന്നത്. ഇരട്ടി വോട്ട് നൽകിയിട്ടാണ് ആളുകൾ വിജയിപ്പിച്ചത്. അപ്പോൾ 6 മാസമാണ് സമയം കിട്ടിയിരിക്കുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? ചോദ്യം അൺഫെയർ ആണ് എങ്കിൽ പോലും 6 മാസത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ വാസ്തവത്തിൽ തടസ്സം നിന്നിരുന്ന കുറേ പദ്ധതികളുടെ പേപ്പറുകളൊക്കെ നീക്കി ഉത്തരവുകൾ വാങ്ങി. ഒന്ന് ബൈപ്പാസ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾക്ക് കാശ് കിട്ടിയിട്ടില്ല. അവർ നിരവധി സമരം നടത്തി, നിരവധി വാതിലുകൾ മുട്ടി. 55 കോടി അവർക്ക് കൊടുക്കാൻ വേണ്ടി കാശ് മലപ്പുറം ട്രഷറിയിലെത്തിച്ചു. ഇനി അവർ ഹിയറിംഗ് നടക്കുന്നു, അടുത്ത മാസം പൈസ കൊടുക്കുന്നു. അതെനിക്ക് ഒരു വലിയൊരു സന്തോഷ കാര്യത്തിലുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട്
ഞങ്ങളുടെ ജില്ലാ ആശുപത്രിയുടെ അന്ന് 12 കോടി രൂപ കൊടുത്തതാണ്. പിന്നെ അത് 10 വർഷമായിട്ട് തടസ്സം നിൽക്കുകയായിരുന്നു. അത് പാതി വഴിയിലിട്ടിരുന്നു. അത് പുനഃക്രമീകരിക്കാൻ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ വളരെ ദ്രുതഗതിയിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് നമ്മുടെ ഗവൺമെൻറ് കോളേജ്. ഗവൺമെൻറ് കോളേജ് 2014 അനുവദിച്ചതാണ്. ആ അനുവദിച്ച ഗവൺമെൻറ് സ്ഥലം എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായി. അതിൻ്റെ കിറ്റ്കോ അതിൻ്റെ കെട്ടിടത്തിന് വേണ്ടി കിഫ്ബി പദ്ധതി ഉപയോഗിച്ചുള്ളതിൻ്റെ ഡിസൈൻ, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ എസ്റ്റിമേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വേറൊരു വലിയ സംഗതി, ഞങ്ങളവിടെ ITI ഉണ്ട്. നേരത്തെ നമ്മുടെ ഭരണകാലത്ത് കൊണ്ടുവന്നത്. ആ ITIയിൽ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു MLA ആയതിനു ശേഷം ഒന്ന് ITIയിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പിള്ളേരൊക്കെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഹോസ്റ്റൽ പൂട്ടിക്കിടക്കുകയാണ്, ഞങ്ങൾക്ക് ഹോസ്റ്റലില്ല. അപ്പോൾ ഹോസ്റ്റൽ അവിടെ പണി കഴിച്ച് കിടക്കുന്നുണ്ട്. ഹോസ്റ്റൽ പണി കഴിച്ചിട്ട് എത്രയായി? 7 വർഷമായി. പിന്നെന്താ ഹോസ്റ്റൽ തുറക്കാത്തത്? പണി തീർന്ന്. സാധാരണ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ പ്ലംബിങ്, ഇലക്ട്രിഫിക്കേഷൻ, ഇതിനൊക്കെ വേറെ എസ്റ്റിമേറ്റ്, അതിന് വേറെ കാശ്, അതൊക്കെ കിട്ടി ഒക്കെ വരണമെങ്കിലൊക്കെ സമയമെടുത്തുക. ഞാൻ വിചാരിച്ചു അങ്ങനെയാണ്. അതൊന്നുമല്ല. പിന്നെന്താ പറ്റിയത്? വാർഡനില്ല. 7 വർഷമായിട്ട് 3 കോടി രൂപ ചെലവഴിച്ച് പെൺകുട്ടികൾക്കൊരു ഹോസ്റ്റൽ വേറെ, ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ വേറെ ഉണ്ടാക്കിയിട്ട് വാർഡനെ നിയമിക്കാത്തതിൻ്റെ പേരിൽ 7 വർഷമായ ഹോസ്റ്റൽ തുറക്കാതെ അതും 80% SC റിസർവേഷനിലെ കോളേജ്. ഈ കുട്ടികൾ മുഴുവൻ പുറത്ത് വാടകയ്ക്ക് താമസിക്കുക. കോളേജിന്റെ പർപ്പസ് തന്നെ ശരി. അതിന് 2 വാർഡനെയും 2 വാച്ചറേയും 2 പാർട്ട് ടൈം സ്വീപ്പർമാരെയും 7 വർഷമായിട്ട് നടക്കാത്ത. അതെ അതെ. ഞങ്ങളവിടെ അതേപോലെ തന്നെ ഇടയ്ക്കര ഒരു പോലീസ് സ്റ്റേഷൻ കുറെ എടക്കര പോലീസ് സ്റ്റേഷന്റെ ആവശ്യമുണ്ടോ? സ്നേഹക്കരയെന്നാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എടക്കര സ്നേഹമുള്ള ചാണ്ടിക്കുറെ വീട് കയറിയതാണല്ലോ, താമസിച്ച സ്ഥലം, വലിയ സ്നേഹമുള്ള ആൾക്കാർ. പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ലാതെ. പക്ഷേ എടക്കര പോലീസ് സ്റ്റേഷൻ അത് ഇപ്പോൾ ഒരു വള ഗോഡൗണിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഫെർട്ടിലൈസർ ഗോഡൗണിലാണ് പ്രവർത്തിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇത് കണ്ടിട്ട് സൗജന്യമായി സ്ഥലം കൊടുത്തു, 40 സെൻറ്റ് സ്ഥലം. പക്ഷേ ആ ഭൂമി തരം മാറ്റാൻ എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ അവിടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് 7 കൊല്ലമായിട്ട് നടന്നില്ല. അത് നമ്മൾ തരം മാറ്റി വാങ്ങിച്ചു കൊടുത്തു. അതിനെ കെട്ടിടം പണിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ അതേപോലെ എടക്കര ബൈപ്പാസ് ഇതേപോലെ 2 റീച്ചാണ്. ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, 2ാം ഘട്ടം തുടങ്ങാനും കഴിഞ്ഞില്ല. ബൈപ്പാസ് അനിവാര്യം കേട്ടോ. ഒത്തിരി കടകളാണ്. അന്ന് നമ്മൾ ഒരുമിച്ച് കട കയറുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു, ഇത് ഇത്രയും വലിയ ടൗൺ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല. 2 വശത്തും ഇത്രയും കടകൾ. അത് എടക്കര ഭയങ്കര ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് എടക്കര. സത്യമായി ഭാരത് ജോഡോ യാത്രയ്ക്ക് പോലും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഇത് ഇത്രയും വലിയ ടൗണാന്നുള്ളത്. ഈ ഒരു സമയത്താണ് എടക്കര വാസ്തവത്തിൽ നിലമ്പൂരിനേക്കാളും വലിയ ടൗണാണ്. വലിയ ടൗണാണ് എടക്കരയിലെ ബൈപ്പാസ് ഇതേപോലെ നമുക്ക് യാഥാർത്ഥ്യം ആക്കാൻ അതിൻ്റെ ഓർഡറുകൾ കിട്ടി. 2ാം ഘട്ടം ടെൻഡർ ചെയ്തു. 1ാം ഘട്ടത്തിന് പണി പൂർത്തീകരിക്കാനുള്ള ഓർഡറുകളൊക്കെ ലഭിച്ചു. അങ്ങനെ ഈ സ്റ്റാഗ്നേഷനിൽ നിന്നിരുന്ന, ഫ്രീസറിൽ വെച്ചിരുന്ന, മൃതപ്രായമായി കിടന്നിരുന്ന കുറേ പദ്ധതികളെ സഞ്ജീവിന് കൊടുക്കാൻ സാധിച്ചു. വരണമെങ്കിൽ അടുത്ത UDF സർക്കാർ വരണം. അതെ. ബാക്കിനി UDF സർക്കാർ കൂടി വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ പദ്ധതികൾ ജീവിക്കും. അത് നമ്മുടെ ആ കാലത്ത് കൊണ്ടുവന്ന സ്വപ്നങ്ങളാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതാണ് എൻ്റെ. പുതുപ്പള്ളിയിൽ ഇതേ അവസ്ഥയല്ലേ? പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ക്യാപ്സ്യൂള്, അത് കുറേ നാളുകളായി ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ വികസനമില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വികസനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയും ഇതൊക്കെ പറയുണ്ടായി, ഇത്രയും വികസനം ഇവിടെ ഉണ്ട്, 48 സ്കൂൾ ഇവിടെ ഉണ്ട്. എന്തുണ്ട് പുതുപ്പള്ളിയിൽ? ഇതൊരു ക്യാപ്സ്യൂളായിട്ട് ഇവരങ്ങ് അവതരിപ്പിച്ച് പല സ്ഥലത്തും കൊണ്ടുവരും. അപ്പോൾ ഞാൻ എണ്ണി നോക്കുമ്പോഴേ 8ഓളം ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവന്നത് പുതുപ്പള്ളിയിലാണ്. ഇന്ത്യയിൽ രാജീവ് ഗാന്ധിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്മാരകം നിർമ്മിച്ചത് പുതുപ്പള്ളിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അത് ഇന്ന് IIT കടപിടിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ലെവൽ ഒരു സ്ഥാപനമാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ചാണ്ടി എടക്കരയിൽ വന്ന് താമസിച്ച് പ്രചരണം നടത്തിയ പറയുമ്പോഴും 23 ദിവസം ഞാനും പുതുപ്പള്ളിയിലുണ്ടായിരുന്നു. അത് ഞാൻ മറക്കുന്നില്ല. അത്ര പബ്ലിസിറ്റി കിട്ടില്ല എന്നേ ഉള്ളൂ ഉണ്ടായത് കേട്ടോ. അപ്പം പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്
കെ.ആർ. നാരായണൻ കെ.ആർ. നാരായണൻ ആ, എനിക്കറിയാം. ഒരു പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം തന്നെ കിടപിടിക്കും. ഈ സർക്കാർ പക്ഷേ 9 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. ഒരു ഫിലിം ഫെസ്റ്റിവൽ പോലും നടത്താൻ ഇവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരിക്കൽ JNU പോയപ്പോൾ JNUവിന്റെ അടുത്ത് ഒരു സ്ഥാപനം കണ്ടു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതേ സ്ഥാപനം കേരളത്തിൽ പുതുപ്പള്ളിയിലുണ്ട്. 3-ാം പക്ഷെ അതിന്റെ ഉദ്ഘാടനം സർക്കാർ സമ്മതിച്ചിട്ടില്ല, കേരള സർക്കാർ. ആണോ? കേന്ദ്രം. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാ, കേന്ദ്രമന്ത്രി കൊച്ചി വരെ വന്നു ഉദ്ഘാടനത്തിന്, അയാളെ തിരിച്ചു വിട്ടു ഈ സർക്കാർ. ഇതാണ് പുതുപ്പള്ളിയുടെ സമീപനം. അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പുതുപ്പള്ളിയിലാണ്. ഈ റബ്ബർ കർഷകർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു ഹോൾ അവിടെ തുടങ്ങി. അതിന്റെ ഉദ്ഘാടനം മന്ത്രിയാണ് നടത്തിയത്, കേന്ദ്രമന്ത്രി. കേന്ദ്ര ഗവൺമെന്റ് കാശൊന്നും കൊടുക്കുന്നില്ലല്ലോ റബ്ബർ ബോർഡ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എങ്കിലും ഞാൻ പറയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ തലപ്പാടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയാണ് കോവിഡിന്റെ ടെസ്റ്റ് നടത്തിയത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ളത്. അങ്ങനെ എണ്ണിയാൽ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, 110 സ്കൂളുകളുണ്ട്. ഇപ്പോൾ M.Tech വരെ, UKG തൊട്ട് M.Tech വരെ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ പഞ്ചായത്തിനും ആയുഷിന്റെ ഡിസ്പെൻസറി ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. CHC അല്ലെ PHC എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ. അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡുകളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ എനിക്ക് സന്തോഷമുണ്ട്, ചില റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊരു കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം 1 കോടി അപ്പയുടെ ഫണ്ടിൽ നിന്നും എൻ്റെ 75 ലക്ഷം എൻ്റെ ഫണ്ടിൽ നിന്നും ഒരു കലിങ്കും അതിനോട് ചേർന്ന് അപ്രോച്ച് റോഡും തീർത്തു. ആ കലിങ്ക് വന്നപ്പോൾ തന്നെ എല്ലാ വർഷമുള്ള വെള്ളപ്പൊക്കവും ഇല്ല. 2 വർഷം ഉള്ള വെള്ളപ്പൊക്കം ഞാൻ നോക്കിയപ്പോൾ ഇപ്രാവശ്യമില്ല. അങ്ങനെ ഉള്ള മാറ്റങ്ങൾ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും ചെയ്യാൻ സാധിച്ചു. പിന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വന്നിട്ട് ഞങ്ങൾക്കൊരു കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാവുന്ന രീതിയിൽ ഒരു ടർഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കിയിരിക്കുകയാണ്. സ്പോർട്സ് രംഗത്ത് കുറേ കാര്യങ്ങൾ ഞാൻ വന്നിരുന്നു. അതെ, പുതുപ്പള്ളി ഒരു സ്പോർട്സ് സെന്റർ ആക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശവുമായിട്ട് നമ്മൾ അപ്പോഴും ഓർമ്മ ദിവസമാണ് ടർഫ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ അതിനാണ് വന്നത്. അതുപോലെ തന്നെ നമ്മൾ പല ഒരു കുളം നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുക, 63 ലക്ഷം രൂപ കൊടുത്ത്. അതാണ് ഡിലേ. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൊടുത്തതാണ്, ഇപ്പോഴാണ് അതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ 63 ലക്ഷം രൂപ അതിന് കൊടുത്ത് അതിൻ്റെ വർക്ക് നടക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കുളിക്കുവാനും ഒക്കെ സ്വിമ്മിംഗ് പൂളാണ് ആദ്യം വിഭാവനം ചെയ്തത്. പക്ഷെ അത് പ്രാക്ടിക്കലാണെന്ന് കണ്ടപ്പോഴാണ് ഈ നവീകരണത്തിലേക്ക് പോയത്. അപ്പം അങ്ങനെ സ്പോർട്സിൻ്റെ സെൻ്ററാക്കി പുതുപ്പള്ളിയെ മാറ്റണം എന്നുള്ള വലിയൊരു ആഗ്രഹവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. മികച്ച കോളേജുകൾ, ഇപ്പോൾ മണ്ടക്കാട് പള്ളിയുടെ കോളേജുണ്ട്, KG കോളേജുണ്ട്. അപ്പോൾ അങ്ങനെ സർക്കാർ അനുവദിച്ച കോളേജുകളാണ് ഓൾറെഡി ഉള്ളത്. പിന്നെ വിവിധ മേഖലയിൽ ഉള്ള പ്രോഗ്രസ്. ഇപ്പം നമ്മുടെ സ്പിന്നിങ് മില്ല്, 2 സ്പിന്നിങ് മില്ലുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ. പിന്നെ MRF എന്ന് നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ അതിനോട് ചേർന്ന് തന്നെ, ഞങ്ങളുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോലും MRFിൽ ഒത്തിരി ജോലി ചെയ്യുന്ന കുറേ ആളുകൾ പുതുപ്പള്ളിക്കാരുണ്ട്, ഒത്തിരി പുതുപ്പള്ളിക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഡെവലപ്മെന്റ്സ് ആ നാടുമായി ചേർന്ന്. പിന്നെ ഹോമിയോപ്പതിയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഇപ്പം ഞങ്ങളുടെ കൂടുതലല്ല, പക്ഷെ പണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിലായിരുന്നു. പഞ്ചായത്ത് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടും ഈ ഒരു ക്യാപ്സ്യൂള് അങ്ങ് ഇറക്കും. വേറൊന്നും പറയാനില്ലല്ലോ. വേറെന്താ പറയാനുള്ളത്? ഇപ്പം ചാണ്ടിയെ കുറിച്ച് പറയാനുള്ള, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞവരല്ലേ, അതും പറയും, ഇതിനപ്പുറം പറയും. എനിക്ക് അത്ര എടുത്താൽ മതി. അത് പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ ഒരു ഓൾമോസ്റ്റ് 40 lakhs കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് കൈ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഫൗണ്ടേഷൻ വഴി ഡയറക്ട്ലി അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുന്ന രീതിയിൽ നമ്മളങ്ങനെ സ്കോളർഷിപ്പ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതിൽ ഉള്ള. പിന്നെ സ്പോർട്സിൻ്റെ കുറേ ആക്ടിവിറ്റീസ് നടത്തുക, ഫൗണ്ടേഷനായിട്ട് ചേർന്നുകൊണ്ട്, ഡോൺ ബോസ്കോയായി ചേർന്നുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഫ്രീ ഫുട്ബോൾ ട്രെയിനിങ്. ഞങ്ങളുടെ 4 പഞ്ചായത്തും, കോട്ടയത്തെ ഒരു പഞ്ചായത്തിൽ 5 പഞ്ചായത്ത് ഫുട്ബോൾ ട്രെയിനിങ് ഉൾപ്പെടെ. കാരണം ഡ്രഗ്സിനെതിരെയുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെ കുട്ടികളെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ അവർക്ക് സ്കോളർഷിപ്പ് വേറെ കൊടുത്തു. ഈ 40 ലക്ഷം സ്കോളർഷിപ്പ് അല്ലാതെ വേറൊരു വീക്കാൻ എന്ന് പറഞ്ഞ സംഘടനയായി ചേർന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ ഒരു 10 വർഷം കിട്ടിയല്ലോ. ഇപ്പം എനിക്കൊരു 6 മാസമല്ലേ കിട്ടിയുള്ളൂ. 10 വർഷം കൊണ്ട് കുറേ കാര്യം. കാരണം ഇന്ത്യയിലെ എല്ലാവരും 4ാം ക്ലാസ്, 60 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും 4ാം ക്ലാസ് പാസ്സായ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം നിലമ്പൂരാണ്.
അത് നാഷണൽ ഇവർ തന്നെ അഡൽട്ട് എഡ്യൂക്കേഷൻ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു അന്ന്. അതുപോലെ തന്നെ ഈ 45 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും SSLC പാസ്സായ പിന്നെ മുനിസിപ്പാലിറ്റി നിലമ്പൂരാണ്. അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതി കേരളത്തിൽ 2 പ്രാവശ്യം ഞാൻ നഗരസഭാ ചെയർമാനായിരുന്നപ്പം ഒരു ദേശീയ അംഗീകാരം കിട്ടി ആരോഗ്യ പദ്ധതിക്ക്. അതേപോലെ സ്റ്റേറ്റിൻ്റെ 2 അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിരവധിയായ പദ്ധതികൾ, നിരവധി കാര്യങ്ങൾ. അതേപോലെ ഒരു 1000 വീട് പദ്ധതി. ഇപ്പോൾ ലൈഫ് പദ്ധതിയാണല്ലോ പറയുന്നത്. ഞാൻ 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ 1036 വീട് കൊടുത്തിട്ടുണ്ട് 5 വർഷം കൊണ്ട്. വീടിനായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 50 വീട് ഉമ്മൻചാണ്ടി അത് ഫൗണ്ടേഷന്റെ പേര്. അത് ഇനി വേറെ രസം തരോ, എനിക്ക് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞത് ഓൺലി ബിക്കോസ് ഓഫ് ഉമ്മൻചാണ്ടി സാർ എന്ന് ഞാൻ തീർത്ത് പറയും. എനിക്കത് കഴിഞ്ഞ് അന്നൊന്നും ഇതേപോലെ ലോൺ എടുക്കുന്ന സംവിധാനമില്ല, കാശ് തികഞ്ഞില്ല. കുറച്ച് പിന്നെ കാശ് പബ്ലിക്, ഞങ്ങൾ 3 കൂടി കൺവേർജൻസ് ആയിരുന്നു. ലോണ്, പബ്ലിക്കിൻ്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് ഈ പറഞ്ഞ സർക്കാരിൻ്റെ കാശ്. നമുക്ക് കുറേ സമാനമായ കാര്യങ്ങളുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു കരുത്തും ശക്തിയും ഊർജ്ജം എന്നൊക്കെ പറയുന്ന ലെഗസി തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും ആ ലെഗസി നമ്മളെ സംബന്ധിച്ചൊരു അവയർനെസ് കൂടെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒന്ന് സൈഡ് സ്റ്റെപ്പ് ചെയ്യുമ്പം ട്രാക്കിൽ കൂടെ പോകാൻ തന്നെ ആ ലെഗസി നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ല. ആ പെർഫെക്റ്റ് അല്ലാത്ത നമ്മൾ, പക്ഷേ ഇവരുടെ ഒരു ഓർമ്മകൾ, ഇവരുടെ ഒരു ഓർമ്മകളും അതേപോലെ ആളുകൾ സംസാരിക്കുന്നതും നമുക്ക് സ്വയം ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഫാദർ അല്ല എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് സ്വയം ഒന്ന് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു, അല്ലേ? ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അവരുണ്ട്. കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ്. ജീവിതകാലത്തിൽ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നെ. ഏതായാലും സന്തോഷം ഇത്ര സമയം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഓക്കെ, താങ്ക് യു ചേട്ടി.